നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി പുതിയ സർക്കാർ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് എക്സൈസ് മന്ത്രി എം ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകിയത്. വകുപ്പിന്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും വരും ദിവസങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ പ്രകടമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശുപാർശകളും നിർദ്ദേശങ്ങളും എഴുതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. എക്സൈസ് വകുപ്പിനെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേസന്വേഷണങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഫോൺ രേഖകൾ ശേഖരിക്കാനുള്ള അനുമതിയടക്കം ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ വകുപ്പിന് ലഭ്യമാക്കും. നിലവിലുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ എക്സൈസ് വകുപ്പിന്റെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ഉന്നതതല യോഗത്തിൽ ഉറപ്പു നൽകി. പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക് പറ്റി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. മേലെ പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന മാരുതി സ്വിഫ്റ്റ് കാറിൽ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കാറിലുണ്ടായിരുന്ന ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശികളായ നാസർ, ഷക്കീർ, ഷാഹുൽ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഷൊർണൂരിൽ നിന്നും ആളെ ഇറക്കി പട്ടാമ്പി സ്റ്റാൻഡിലേക്ക് നിർത്തിയിടാൻ വരികയായിരുന്ന ബസ്സാണ് ഇടിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അവിവാഹിതയായ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ കൊപ്പം ആമയൂർ സ്വദേശി ദേവരാജന് 12 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അവിവാഹിതയായ സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി കൊപ്പം ആമയൂർ കല്ലുടുമ്പിൽ തെക്കേതിൽ വീട്ടിൽ ദേവരാജനെയാണ് പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 12 വർഷം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ദിനേശൻ പിള്ള ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2023 സംഭവം. അന്നത്തെ SI ആയിരുന്ന MP രാജേഷാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി. 16 സാക്ഷികളെയും 21 രേഖകളും കേസിൽ ഹാജരാക്കി. പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ലൈസൻസ് ഓഫീസർ ASI S മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. വരവൂർ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിലും പിലാക്കാട്, 5-ാം വാർഡ്, തച്ചുകുന്ന്, കടുകശ്ശേരി തുടങ്ങി വിവിധ അങ്കണവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർമാരുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് മെമ്പർ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ടീച്ചർമാർ, കുട്ടികൾ, ആശാവർക്കർമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മധുര പലഹാര വിതരണവും ഉണ്ടായി. മധ്യവേനൽ അവധിക്ക് വിട നൽകി തിങ്കളാഴ്ച വിദ്യാലയങ്ങൾ തുറക്കും. പ്രവേശനോത്സവത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുക. വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. തിങ്കളാഴ്ച വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ വിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. സ്കൂൾ പരിസരം ശുചീകരിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ വരവേൽക്കുവാനുള്ള മറ്റു ആകർഷകമായ പദ്ധതികളും സ്കൂൾ അധികൃതർ ഒരുക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾ മോടി പിടിപ്പിക്കുന്ന പ്രവൃത്തികളും കഴിഞ്ഞ 1 മാസക്കാലമായി വിദ്യാലയങ്ങളിൽ തകൃതിയായി നടന്നു വരികയായിരുന്നു. സ്കൂൾ പരിസരത്തെ കുറ്റിക്കാടുകളെല്ലാം വെട്ടിവൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും ഇതിനകം നടപ്പാക്കി കഴിഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. സ്കൂൾ അങ്കണത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തികളും ഇതിനകം നടപ്പാക്കി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചീകരണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ TP ഷാജുവിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും ചെയ്തു. ദിവസങ്ങളിൽ അധ്യാപകർ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലീനിംഗ് പ്രവൃത്തിയുമായി നഗരസഭ മുന്നോട്ട് പോകും. മാത്രമല്ല, പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുറെ പോരായ്മകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനും നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോ പ്രദേശവും ഇന്ന് സന്ദർശനം നടത്തി വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും.
കുട്ടികളുടെ യാത്രാ സുരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാകുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ പരിശോധന തുടങ്ങിയിരുന്നു. തിങ്കളാഴ്ച വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തകൃതിയായി നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പട്ടാമ്പി ജോയിന്റ് RTOന് കീഴിലുള്ള വിദ്യാലയങ്ങളിലെ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും സ്പീഡ് ഗവർണർക്കും പുറമെ വാഹനങ്ങളിൽ ക്യാമറ സംവിധാനവും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി RTO ഓഫീസിന് കീഴിൽ 350ഓളം സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത്. ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് 2 ദിവസങ്ങളായി നടത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം ഓടിച്ച് സ്പീഡ് ടെസ്റ്റും ബ്രേക്ക് കാര്യക്ഷമതയും പരിശോധിച്ച ശേഷമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത്തവണ GPS-ന് പുറമെ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ക്യാമറ സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിശോധന പൂർത്തിയാക്കി RTO നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പെർമിറ്റ് നൽകുകയുള്ളൂ. വാഹനങ്ങളുടെ വൈപ്പർ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും. സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഇന്നിവിടെ പട്ടാമ്പി RTOസിന്റെ പരിധിയിലുള്ള സ്കൂളുകളിലുള്ള ബസ്സുകൾ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഇവിടെ ഈ ആഴ്ച നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ബസ്സുകളും സ്കൂളുകളിലെ പട്ടാമ്പി RTOസിന്റെ പരിധിയിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെയും സ്കൂൾ ബസ്സുകൾ ഇവിടെ എത്തിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 40% വാഹനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയി. ബാക്കിയുള്ളത് ഇന്നും നാളേക്കായിട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ബസ്സിൻ്റെ CF പരിശോധനയ്ക്ക് പുറമെ എല്ലാ ബസ്സുകളും വരുത്തി ഈ മഴക്കാലത്തെ ഓടാൻ ആവശ്യമായ അത്യാവശ്യം മെക്കാനിക്കൽ കണ്ടീഷൻസും ഫിസിക്കൽ കണ്ടീഷൻസും എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. പുതിയ മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരം എല്ലാ വാഹനങ്ങളും കർശനമായി തന്നെ പരിശോധിച്ച് ഫിറ്റ്നസ് ഓക്കെ ആക്കി സർട്ടിഫിക്കറ്റ് നൽകാനാണ് നിർദ്ദേശം. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.